കൊന്നിച്ചു മിനസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ലോർഡ് ഓഫ് മിസ്റ്ററീസ് എന്ന സീരീസിൻ്റെ എപ്പിസോഡ് 3 ആണ്. സോ ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാം അതവിടെ സോൾവ് ആകുന്നതായിരിക്കും. സോ നിങ്ങളുടെ ലോർഡ് ഓഫ് മിസ്റ്ററീസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ നമ്മുടെ സപ്പോർട്ട് നന്നായിട്ട് കുറയുന്നുണ്ട്. അതുതന്നെ എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്ത് പറയാനും മറക്കണ്ട. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്തും. അങ്ങനെ ചാപ്റ്റർ തുറക്കാനകത്ത് ബ്ലാക്ക് ത്രോണിന്റെ സെക്യൂരിറ്റി കമ്പനിയാണ് കാണിക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ തന്നെ നൈറ്റ് മെയർ എന്ന പവർ യൂസ് ചെയ്ത് അവന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരുത്തിന്റെ മെമ്മറിയിലേക്ക് കയറുവാണ്. അങ്ങനെ അവനൊരു കാര്യം മനസ്സിലായി. ഇവൻ കാരണമാണ് ആന്റിഗ്യൂസ് ഫാമിലിയുടെ നോട്ട്ബുക്ക് മാർക്കറ്റിലേക്ക് എത്തിയത്. പെട്ടെന്ന് ലിയോനാർഡ് നോക്കാൻ നേരത്ത് അവന്റെ പുറകിൽ ഒരു മാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ സീക്രട്ട് ഓർഡർ തന്നെയാണ്. വെറുതെ അല്ലേ ഇവനന്ന് അവനെ ഫോളോ ചെയ്തത്. ലിയോനാർഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീക്രട്ട് ഓർഡറിന്റെ കയ്യിൽ ആ ഒരു നോട്ട്ബുക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കണം. പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ക്ലെന്നിന് ബുക്കിനെ പറ്റിയുള്ള ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ കിഡ്നാപ്പിംഗ് നടന്ന ആ ഒരു വീടാണ്. അവിടെയായിട്ട് ഒരു സ്ത്രീ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിരുന്നു ആ ഒരു ബുക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ലിയോനാർഡ് പറയുന്നുണ്ട്, കിഡ്നാപ്പിംഗ്, നീ ഇവിടെ വന്നത് എല്ലാം ഒരു കോയിൻസിഡൻസ് ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? ക്യാപ്റ്റൻ, ഞങ്ങളുടെ ഫുള്ള് അരിച്ചു പിറക്കി, പക്ഷേ ബുക്കൊന്നും ഇവിടെയില്ല. അതേപോലെ തന്നെ ഈ സ്ത്രീയുടെ മകനായുള്ള റേ വീവറിനെ കാണാനുമില്ല. അവനാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ക്ലെൻ, ബാക്കിയെല്ലാം ഇനി നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ നമ്മുടെ ക്ലെന്നിനെ കൊടുക്കുന്നുണ്ട്. പുള്ളിക്കാനായിട്ട് ആ ഒരു പവർ യൂസ് ചെയ്യുന്നുണ്ട്. ബേബറിന്റെ പൊസിഷൻ എവിടെയാണ്? പെട്ടെന്നായിരുന്നു അവൻ്റെ റോഡ് അൺനാച്ചുറലായിട്ട് അനങ്ങാൻ തുടങ്ങുന്നത്. അത് വളരെയധികം ഡിസ്റ്റർബിംഗ് ആയ രീതിയിലാണ് അനങ്ങുന്നത്. പെട്ടെന്ന് ക്യാപ്റ്റൻ ആ ഒരു റോഡ് കയറി പിടിച്ചിട്ട് പറയുന്നുണ്ട്, മതി, എന്തായാലും ഇന്നത്തേക്ക് നമുക്കിവിടെ ഒതുക്കാം. കാര്യം എന്തോ സ്ട്രേഞ്ച് ആയിട്ടുള്ള പവർ ഇവിടെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ഞാൻ മുകളിലിട്ട് പറഞ്ഞിട്ട് മറ്റേതെങ്കിലും വഴി നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ക്ലെന്നിന് ഇപ്പോഴും ആ ഒരു റോഡ് പിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് ക്യാപ്റ്റൻ ആ ഒരു പെൻഡിലും അവന് കൊടുക്കുന്നത്. ഇത് നീ വെച്ചോളൂ, ഇതിനകത്ത് സ്പീഡ്സുമായിട്ട് കുറച്ചുകൂടെ അധികം ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ മെഷീനെ ചിലപ്പോൾ ഇത് നിന്നെ സഹായിച്ചേക്കാം. പിന്നെ ബേബറിനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഗ്രേറ്റ് ടു സീൽഡ് ആർട്ടിഫാക്റ്റ് അതോട്ടി നമുക്ക് അയച്ചു തരുന്നുണ്ട്. അതെന്തായാലും ഓൺ ദി വേ ആണ്. സീൽഡ് ആർട്ടിഫാക്റ്റോ? അതെ, ചില ആർട്ടിഫാക്റ്റ് അതിശക്തമാണ്. അത് നമുക്ക് ഉപയോഗിക്കുന്നതും കുറച്ചധികം അപകടമാണ്. സോ അത് ഈ ചെയിൻസ് ഗേറ്റിൻ്റെ പുറകിലാണ് വെക്കാറുള്ളത്. എന്തായാലും ഗ്രേറ്റ് ടു എന്ന് പറഞ്ഞാൽ അപകടം എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും അതിവിടെ വന്നു കഴിയുമ്പോൾ നിനക്കത് നേരിട്ട് തന്നെ കാണാം. ആ സമയത്ത് ആർട്ടിഫാക്ട്സുമായിട്ട് കുറച്ചധികം പേര് അവിടേക്ക് നടന്നു വരുന്നുണ്ട്. അതിലൊരാൾ പറയുന്നുണ്ട്, മിഷൻ കുറച്ച് ഡേഞ്ചറസ് ആണ്. സോ ഒരു സീറിനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് ക്യാപ്റ്റൻ ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. സോ ദി സീൽഡ് ആർട്ടിഫാക്ട് 2049 ആണല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ കേസ് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ 2049 നമ്മൾ യൂസ് ചെയ്യണോ? ക്യാപ്റ്റൻ, റിസ്ക് നോക്കിയപ്പോൾ എക്സ്ട്രീം ആയിരുന്നു കാണിക്കുന്നത്. അത് മാത്രമല്ല, ആന്റിഗ്യൂസ് ഫാമിലിയും ബീബറും തമ്മിലുള്ള ആ ഒരു ബന്ധം വെച്ച് നോക്കാൻ നിർത്ത്. അവനെ പിടിക്കാൻ ആ ഫാമിലിയുടെ തന്നെ ക്രിയേഷനായുള്ള 2049 ആണ് എന്തുകൊണ്ടും ബെസ്റ്റ്. എല്ലാവരും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഇത് നിർത്തിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെട്ടേക്കാം. ഇവരെന്തുവാണ് ഈ കാണിക്കുന്നത്? അല്ല, ഇവരെന്നെ കളിയാക്കുവാണ്. ഇത് ശരിക്കും ഒരു സീൽ ആർട്ടിഫാക്ട് തന്നെയാണോ? അങ്ങനെ അത് തുറക്കുന്നുണ്ട്. അതിൽ നിന്ന് ചെറിയൊരു ഡോളാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ പെട്ടെന്ന് ക്ലെന്നിനെ നോക്കി അത് അതിൻ്റെ ട്രൂ നേച്ചർ കാണിക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ ക്ലെന്നിന് അനങ്ങാൻ സാധിക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ ക്ലെൻ ഒരു പപ്പറ്റെ മാറുന്നുണ്ടായിരുന്നു, ആ ഡോളിൻ്റെ പപ്പറ്റ്. പെട്ടെന്നാണ് ലിയോനാർഡ് അവിടേക്ക് വന്ന് അവനൊന്ന് തൊടുന്നത്. അങ്ങനെ ആ നോർമലായിട്ട് മാറി. ആ ഡോളാട്ടെ ക്ലെൻ്റെ പുറകെ പോവുകയും ചെയ്യും. അവനാട്ടെ അവിടുന്ന് ഓടിക്കളയുന്നുമുണ്ട്. അവന് നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നോർമലി അവൻ്റെ ഏറ്റവും അടുത്തുള്ളവനാണ് അത് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ അത് നിന്നെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. പേടിക്കണ്ട, അതിനെ കാണാൻ നിർത്ത്, ജീവനുള്ള പോലെ എന്നേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് ക്യാപ്റ്റനെയും അത് അഫക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ഇതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആക്കി മാറ്റുന്നത്. 5 മീറ്റർ ചുറ്റുള്ള എല്ലാത്തിനെയും അതിനെ പപ്പറ്റ്സ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കൺട്രോൾ ചെയ്യപ്പെട്ടാലോ? അത് പോസിബിൾ അല്ല. പെട്ടെന്ന് ബീവറിൻ്റെ കോട്ട് താഴേക്ക് ഇടുന്നുണ്ട്. ഇത് കാണാൻ നേരത്തെ തന്നെ 2049 നേരെ അതിൻ്റെ അടുത്തേക്ക് ഓടും. അത് മാത്രമല്ല, അവൻ അഗ്രസീവ് ആവുന്നുണ്ട്. ഇത് കാണാനത്ത് അവൻ പറയുന്നുണ്ട്, സോ ബീബറും ഈ ആന്റിഗസ് ഫാമിലിയുള്ള ബന്ധം ഉറപ്പിച്ചോ? കാര്യം 2049 അഗ്രസീവ് ആയതിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഇനി ഒട്ടും സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് തന്നെ സെർച്ച് തുടരണം. അങ്ങനെ അവരെ കാരാവിൻ്റെ അകത്ത് കയറി സെർച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് പിയർ വെയർഹൗസ് ആണ്. അവിടെയായിട്ട് നമ്മുടെ ബേബർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തൊക്കെ മന്ത്രം ജപിച്ച് പുള്ളിക്കാരൻ്റെ വയറിൻ്റെ അന്ന് കുടലൊക്കെ പുറത്തേക്ക് വന്ന് ആ ഒരു നോട്ട്ബുക്കിനെ എടുത്ത് അവൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ അവനൊരു മോൺസ്റ്ററായിട്ട് മാറും, ഒരു പ്യുവർ മോൺസ്റ്റർ. ഈ സമയത്ത് അവിടെ ഒരുത്തനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു ക്ലോണായിരുന്നു. അവൻ പറയുന്നുണ്ട്, കോപ്പ് കുറച്ചധികം താമസിച്ചു പോയി, നോട്ട്ബുക്ക് ഓൾറെഡി അവൻ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ കുഴപ്പമില്ല, ചിലപ്പോൾ അത്ഭുതം തന്നെ നടന്നേക്കാം. കാര്യം നൈറ്റ് ഹോക്കേഴ്സ് അവിടേക്ക് വരുന്നത് അവന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിലുപരി അവനും ഒരു സീക്രട്ട് ഓർഡറിലെ ഒരാളായിരുന്നു. അങ്ങനെ അവരവിടേക്ക് വന്നിട്ടുണ്ട്. ക്ലെന്നാട്ടെ ആ ഒരു പെൻഡൻ യൂസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, അകത്തേക്ക് കയറുന്നത് സേഫ് ആണോ? പക്ഷെ
പെട്ടെന്നാണ് ആ പെൻഡൻ അബ്നോർമലായിട്ട് കറങ്ങാൻ തുടങ്ങിയത്. ഡേഞ്ചറാണ്, അകത്തേക്ക് കയറുന്നത് എക്സ്ട്രീമിലി ഡേഞ്ചറാണ്. ആ ഡോറ് പെട്ടെന്ന് തുറക്കും. അതിൻ്റെ അകത്തുനിന്ന് ചോരയുടെ ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയ കുതിരകൾ പേടിച്ച് അവരേറ്റിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. പെട്ടെന്നായിരുന്നു ആ ഒരു മോൺസ്റ്റർ പുറത്തേക്ക് വരുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അത് 2049 റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ ആ ഒരു മോൺസ്റ്റർ അവരെല്ലാവരും അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. ഈ സമയത്ത് ക്ലെന്നോട് സൂക്ഷിച്ച് നിൽക്കാൻ അവർ പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ ആ ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുവാണ്. എല്ലാവരും കൂടെ മിഡ് നൈറ്റ് പോയിന്റ് യൂസ് ചെയ്ത് അവനെ പിടിച്ച് കെട്ടുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ഒരു നോട്ട്ബുക്കിൻ്റെ പവർ കാരണം അതിനെ എല്ലാത്തിനെ അത് അതിജീവിക്കുന്നുണ്ട്. സോ മിഡ് നൈറ്റ് പോയം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. അതിനർത്ഥം അതൊരു ബിയോണ്ടറിൻ്റെ പവർ മാത്രമല്ല, അതൊരു ഡെഡ് സോളാണ്. ഡാലി, എത്രയും പെട്ടെന്ന് അതിൻ്റെ വീക്ക്നെസ് നീ കണ്ടുപിടിക്കണം. അങ്ങനെ പുള്ളിക്കാരി ഐ ഓഫ് ഡെത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വീക്ക്നെസ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3 സെക്കൻഡെങ്കിലും നിങ്ങൾ അതിനെ പിടിച്ചു നിർത്തണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ഫൈറ്റ് വീണ്ടും അവിടെ തുടങ്ങുവാണ്. ക്യാപ്റ്റനായിട്ട് പുള്ളിക്കാരൻ്റെ പവർ യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പവർ മാത്രം വെച്ചുകൊണ്ട് ആ ഒരു മോൺസ്റ്ററിനെ പിടിച്ചു കിട്ടും. പക്ഷെ പെട്ടെന്നായിരുന്നു നോട്ട്ബുക്ക് തിരിച്ചൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്. ക്യാപ്റ്റനെയും അതേപോലെ തന്നെ 2049 അടുത്തുള്ളവരെ അറ്റാക്ക് ചെയ്ത് 2049 തട്ടി തെറിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ക്ലെൻ പറയുന്നുണ്ട്, മോൺസ്റ്ററിൻ്റെ സൗണ്ട് ശരിക്കും വേദനിപ്പിക്കുന്നതാണ്. പക്ഷേ ആ ഗ്രേ സൗണ്ടിൻ്റെ ഫോഗ് വെച്ച് നോക്കുന്നിടത്ത് നീ ശരിക്കും വീക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ നൈറ്റ് സ്ലംബർ അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിയാൻ നേരം തന്നെ മോൺസ്റ്ററിൻ്റെ കണ്ണ് പതുക്കെ അടയാൻ തുടങ്ങും. ചുരുക്കം പറഞ്ഞാൽ അത് മയങ്ങാൻ തുടങ്ങും. അത് ഉറക്കത്തിലേക്ക് വീഴുന്ന ആ ഒരു സമയത്ത് കറക്റ്റ് ടൈമിൽ തന്നെ ഡാലി പുള്ളിക്കാരുടെ പവർ അങ്ങോട്ട് യൂസ് ചെയ്ത് ആ മോൺസ്റ്ററിനെ അങ്ങോട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ്റെ അകത്ത് അവളും പെട്ടുവോ. അങ്ങനെ എല്ലാവരും അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. ഈ സമയത്താണ് ക്ലെന്നിന് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. പതുക്കെ പെട്ടെന്ന് പോയി അവൻ ആ ബുക്ക് കയ്യിലെടുക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ പുറകിൽ നിന്ന് നേരത്തെ കാണിച്ച ആ ഒരു ക്ലൗൺ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷേ ക്യാപ്റ്റൻ കറക്റ്റ് സമയത്ത് അത് ശ്രദ്ധിച്ച് അവൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഒരു ഇല്യൂഷൻ ആയിരുന്നു. ക്ലെൻ, നോട്ട്ബുക്ക് സേഫ് ആക്കി വെക്കൂ. അത് മാത്രമല്ല 204 അടുത്തേക്ക് നീ പോകാനും പാടില്ല. ഈ സമയത്താണ് ക്ലെൻ അവനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് ഇവൻ ഇതിനു മുമ്പ് ഈ ഒരു ക്ലൗണിനെ കണ്ടിട്ടുണ്ട്. ആ ഒരു ക്ലൗണാട്ടെ ബിയോണ്ടർ സീക്വൻസ് 7 അതിൽ കൂടുതലാണ്. അതിനർത്ഥം അവൻ അതിശക്തനാണെന്നാണ്. അങ്ങനെ അവരെല്ലാവരും ആ ഒരു ക്ലൗണുള്ള ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെ അറ്റാക്കും ആ ഒരു ക്ലൗൺ ഡോഡ്ജ് ചെയ്ത് മാറുവാണ്. അവൻ എല്ലാവരുടെ അറ്റാക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. ഇത് കാണുന്ന ക്ലെന്നിന് ഒരു ഡൗട്ട് വന്നു, ഇവൻ എങ്ങനെയാണ് ഇതെല്ലാം ഡോഡ്ജ് ചെയ്ത് മാറുന്നത്? അഡ്വാൻസ് ആയിട്ട് ഇവൻ ഇതിനെല്ലാം കാണാറുണ്ടോ? എന്നിട്ട് ക്ലെൻ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു വെടി അവൻ്റെ വയറിൽ വന്ന് കൊള്ളുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ഡാമേജ് ട്രാൻസ്ഫർ യൂസ് ചെയ്ത് അവൻ അതിൻ്റെ കയ്യിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് പുള്ളിക്കാരൻ തിരിച്ചു വന്ന് ക്ലെന്നെ അറ്റാക്ക് ചെയ്യാൻ പോകും. ഈ സമയത്താണ് 2049 ഗാർഡ്സ് വന്ന് ക്ലെന്നെ രക്ഷിക്കുന്നത്. എന്നാൽ ആ ഒരു ടൈമിൽ പുള്ളിക്കാരൻ നേരെ 2049 അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ അത് തുറന്ന് എല്ലാവരും അവിടെ സ്റ്റക്കാവുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 5 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരും സ്റ്റക്കാവുന്നുണ്ട്. എന്നിട്ട് 2049 യഥാർത്ഥ രൂപം നമുക്ക് കാണാനും സാധിക്കും. ക്ലെൻ, ടെൻഷൻ അടിക്കില്ലേ? ഒരു എറ്റേണൽ ഫോഴ്സിൻ്റെ സഹായം ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. പെട്ടെന്നായിരുന്നു അവൻ ഉള്ള ശക്തിയെല്ലാം കൊണ്ട് ആ റിച്വൽ അവിടെ ചെയ്യുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ അവൻ്റെ ടെമ്പിളിലേക്ക് ചെന്നിട്ടുണ്ട്. എന്നാൽ അവൻ നല്ലൊരു പേടിയുണ്ട്, ഞാനിനി തിരിച്ചു പോയില്ലെങ്കിൽ അത് വലിയ അപകടമായി മാറുമല്ലോ. പക്ഷേ ഞാനിപ്പോൾ തിരിച്ചു പോയാൽ ഞാൻ വീണ്ടും അവിടെ ട്രാപ്പ് ചെയ്യപ്പെടുമോ? എന്നാൽ അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം ചിന്തിക്കുന്നത്. അവിടെ മാറി എന്നിട്ട് ആ ഒരു പെൻഡിലെ യൂസ് ചെയ്തിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് സേഫ് ആണോ? അങ്ങനെ സേഫ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്തായിട്ട് ആ ഒരു ക്ലൗൺ അവനൊരു ഇല്യൂഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നായിരുന്നു അവനതൊക്കെ തട്ടി മാറ്റിയിട്ട് അവനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കാണുന്ന ആ ഒരു ക്ലൗൺ ആട്ടെ അവിടെ നിന്ന് നേരെ ചാടുന്നുണ്ട്. പക്ഷേ എന്നാൽ ചാടി വീണത് ആ ഒരു റേഡിയസിൻ്റെ അകത്തായിരുന്നു. ഒരു 5 മീറ്റർ റേഡിയസിൻ്റെ അകത്തായിട്ടായിരുന്നു. അങ്ങനെ പപ്പറ്റ് കൺട്രോൾ അവിടെ യൂസ് ചെയ്യപ്പെടും. അതെങ്ങനെ സാധ്യമാകും? പപ്പറ്റ് കൺട്രോൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇവനിത് അനങ്ങാൻ സാധിക്കുന്നത്? ക്ലെൻ മറ്റൊന്നും ആലോചിക്കാതെ നേരെ അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവനെ കൊല്ലുന്നുണ്ട്. പെട്ടെന്ന് അവൻ്റെ അടുത്ത് നടന്നു വന്നിട്ട് തിരിഞ്ഞു പോയ നേരത്ത് പെട്ടെന്ന് അവൻ ചാടി ഇരുന്നിട്ട് ഹൊർണാസിസ് എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ഈ സമയത്ത് 2049 പോയി അവൻ നിർത്തി ബാക്കിയുള്ള എല്ലാവരെയും അവൻ ഫ്രീ ആക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും നിൽക്കുവാണ്. നമ്മുടെ ക്ലെൻ അവിടെ നിൽക്കുന്നതാണ്. പെട്ടെന്ന് ലിയനാർഡ് അവനെടുത്തുകൊണ്ട് പറയുന്നത്, സോ നീ മനപ്പുറം ആ ഒരു ക്ലൗണിനെ ആ ഒരു 5 മീറ്റർ റേഡിയസിലേക്ക് കൊണ്ടുവരുമായിരുന്നല്ലേ? പേടിക്കണ്ട, നിനക്ക് അവിടെ അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്നെയും നിന്നെയും പോലുള്ള ചില സ്പെഷ്യലുള്ള ഇൻഡിവിജ്വൽസിന് അങ്ങനെ പലതും പറ്റുന്നതാണ്. കാര്യം അവനും അവിടെ അനങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ലിയനാർഡിനും ആ ഒരു 5 മീറ്റർ റേഡിയസിനകത്ത് നൈസിൽ അനങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ 2049 അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് ആ ഒരു ഗെയിൻ്റെ അകത്തേക്ക് വെക്കുന്നുണ്ട്. ക്ലെൻ, എനിക്കറിയാം നിനക്ക് ആ ബുക്ക് വേണമെന്നുണ്ടെന്ന്, പക്ഷേ എന്തായാലും ഹയർ അതോറിറ്റി അത് വെരിഫൈ ചെയ്താൽ നിനക്കത് കിട്ടുന്നതല്ല. സോ അത്ര നേരം നീ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നിന്നെ എന്തായാലും ഞാൻ മുകളിലേക്ക് റെഫർ ചെയ്യാൻ പോകുവാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് എത്രയും പെട്ടെന്ന് തന്നെ റെഗുലർ എംപ്ലോയി ആയി മാറാൻ സാധിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്നു പോകുന്ന വഴിയാണ് ആ ഒരു ക്ലൗൻ്റെ ഡെഡ് ബോഡി കാണുന്നത്. ക്ലെന്നായിട്ട് ഒന്ന് സ്റ്റക്കാകുന്നുണ്ട്. പക്ഷേ അപ്പോൾ ക്യാപ്റ്റൻ വന്ന് പറയുകയും ചെയ്യും, ക്ലെൻ, നീ വിഷമിക്കേണ്ട, നീ ചെയ്തത് ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്. നീ ചെയ്തതുകൊണ്ട് പലരുടെ ജീവനെന്ന് രക്ഷപ്പെട്ടു. ക്യാപ്റ്റൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് സീറിൻ്റെ സീക്വൻസ് 8 എന്താണെന്നറിയാം. അത് ക്ലൗൺ അല്ലേ? പിന്നെ കാണിക്കുന്നത് 2049 അവരങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നതാണ്. അതിൻ്റെ അകത്തൊരുത്തം പറയുന്നുണ്ട്, നിന്റെ പേര് ക്ലെൻ എന്നല്ലേ? നീ എന്തായാലും ഇന്ന് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത് ഒരു സീക്വൻസ് 9 ആയിട്ട് കൂടി സീക്വൻസ് 7 നീ ഡിഫീറ്റ് ചെയ്തു. പക്ഷേ അതെങ്ങനെ നിനക്ക് സാധ്യമായി? എന്തായാലും അത് നല്ലൊരു ഫീറ്റ് തന്നെയായിരുന്നു. അയ്യോ, അത് ഞാൻ ജസ്റ്റ് ലക്കി ആയതാണ്, അല്ലാതെ വേറെന്ത് പറയാനാണ്. എന്തായാലും കൊള്ളാം. കാര്യം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സീറാണ് നീ. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. സോ സീക്രട്ട് 8 എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് ഡൗട്ട്സ് ഉണ്ട്. ഹൊർണാക്കിസ് എന്തുവാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ക്ലെൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ അവൻ തീരുമാനിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റിയാണ്, അതായത് ക്ലെൻ പഠിച്ച ആ ഒരു യൂണിവേഴ്സിറ്റി. അങ്ങനെ അവൻ്റെ പ്രൊഫസറായ അസിക്കിനെ കാണാൻ പോയിട്ടുണ്ട്. ഹൊർണാക്കിക്സ്, ആൻറ്റിഗസ് ഫാമിലി, ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാറിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ക്ലെൻ, നീ ഇപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, ഞാനിപ്പോൾ ഒരു ചെറിയൊരു ആൻറ്റിക്കുള്ള ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അഡ്വൈസ് ഞാൻ തരാം. നീ എന്തായാലും കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അവനോടൊന്ന് പോയിട്ടുണ്ട്. ഈ സമയത്ത് പ്രൊഫസറായിട്ട് പുള്ളിക്കാരൻ്റെ വിൻഡോൻ്റെ സൈഡിൽ വന്ന് നിൽക്കുവാണ്. എന്നാൽ അടുത്ത സെക്കൻഡിലാണ് പുള്ളിക്കാരൻ്റെ ഷാഡോയുടെ അകത്ത് ഒരു മോൺസ്റ്റർ പുറത്തേക്ക് വരുന്നത്. അതൊരു സ്കെൽറ്റഡ് മോൺസ്റ്റർ ആയിരുന്നു. അങ്ങനെ ആ ഒരു മോൺസ്റ്റർ പുറത്തേക്ക് വന്ന് തിരിഞ്ഞ് നോക്കിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ എപ്പിസോഡ് 4 ഇറങ്ങാൻ നേരത്തെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സാകാതിരിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.